ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മുടെ കിച്ചണിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലൈക്കിനും കമന്റും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഇത്രത്തോളം വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ഇനിയും തുടർന്നും അങ്ങോട്ട് ഈ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ മിക്കവരും ഇതുപോലുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ടൈമിൽ കൊണ്ടുപോകുമ്പോൾ അത് പെട്ടെന്ന് ലീക്ക് ആവാറുണ്ട്. അങ്ങനെ ഈ ഒരു ക്രീം ലീക്ക് ആവാതിരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ടാപ്പാണ്. ഇതുപോലുള്ള ബ്രൗൺ ടേപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു അടപ്പിന്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ലീക്ക് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ലീക്ക് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ബലൂൺ ആണ്. ആദ്യം നമുക്ക് ഈ ഒരു ബലൂണിന്റെ വായ്ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ അടപ്പിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇനി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ക്രീമൊക്കെ ലീക്ക് ആവുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, ലീക്ക് ആവുന്ന പേടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ കാണും അല്ലെ. എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന ബോട്ടില്. അപ്പൊ അതിന്റെ കൂടെ ഇതുപോലുള്ള സ്റ്റിക്കറും കാണും. ഈ ഒരു സ്റ്റിക്കർ ഇളക്കി മാറ്റാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിനായിട്ട് ഇതുപോലെ തീ ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ സ്റ്റിക്കർ വരുന്ന ഭാഗം ആ ഒരു തീയിലോട്ട് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ആ ഒരു ചൂട് തട്ടേ വേണ്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് അടുത്ത് പിടിച്ചിട്ട് ആ ഒരു ഗ്ലാസ് പൊട്ടുന്ന രീതിയിലോട്ട് മാറ്റരുത്. ജസ്റ്റ് ആ ഒരു ചൂട് തട്ടുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്കർ ഇളക്കി മാറ്റാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈവച്ചൊന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പശയുടെ പാടൊക്കെ ഒന്ന് മാറി കിട്ടും. അതിനുശേഷം കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇപ്പൊ ഇത് നമ്മുടെ ഗ്ലാസ് ഒക്കെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ സ്റ്റിക്കറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെയും സ്റ്റിക്കറൊക്കെ മാറ്റാം. പക്ഷെ പ്ലാസ്റ്റിക് ഇതുപോലെ തീയിലോട്ട് കാണിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലും ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഇടാതെ വെച്ചിരിക്കുന്ന പഴയ ജീൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ജീൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ജീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം മതി ഇതിലോട്ട്. ഇനി ഈ ഒരു സൈഡ് നേരെ വരുന്ന രീതിയിൽ ലെവൽ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ 3 സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു സൈഡ് ഓൾറെഡി നമുക്ക് സ്റ്റിച്ച് ഉണ്ട്, പാന്റിന്റേതായ സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഓൾറെഡി സ്റ്റിച്ച് ഉള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു സ്റ്റിക്കർ ടേപ്പാണ്. പിന്നെ ഇതിന്റെ പേര് വന്നിട്ട് ഹൂക്ക് ആൻഡ് ലൂപ്പ് ഫാസ്റ്റനർ ടേപ്പ് എന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോ ഞാൻ എന്റെ പഴയൊരു ബാഗിൽ നിന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടോ. ഈ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എടുത്തു വെച്ച തുണിയുടെ അളവിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ ജീൻസിന്റെ പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് തയ്ച്ചു കൊടുക്കും. ഇനി ഈ ഒരു ടേപ്പിന്റെ അടുത്ത ഭാഗം നമ്മൾ ഉണ്ടാക്കി വെച്ച ജീൻസിന്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അവസാനം നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. ഇതിന്റെ ഉൾഭാഗം പിന്നെ പുറം ഭാഗം. ഇതുപോലെ നമുക്ക് റൗണ്ടിൽ ലോക്ക് ചെയ്യാൻ പറ്റണം കേട്ടോ. ആ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്.
ഇനി ഞാൻ ഇതൊന്ന് തയ്ച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഇതാ ടാപ്പിന്റെ 2 ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. ഇനി ഇതെന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാല് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഇതുപോലൊരു പുട്ടുകുറ്റി കാണാം അല്ലെ. അതിന്റെ കൈപ്പിടിയൊക്കെ പോയ രീതിയിലുള്ള ഒരു പുട്ടുകുറ്റി എന്തായാലും ആരുടെയെങ്കിലും വീട്ടിൽ കാണാം. അപ്പോൾ ഇത് രാവിലെ നമുക്കൊരു തലവേദന തന്നെയാണ്. രാവിലെ നമ്മൾ തിരക്ക് പിടിച്ച് ഓടുന്ന ടൈമിൽ ഇതുപോലൊരു പുട്ടുകുറ്റിന്ന് പുട്ടിറക്കി വെക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ജീൻസിന്റെ പീസിലോട്ട് ഈ ഒരു പുട്ടുകുറ്റി ഇതുപോലെ വെച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇത് കവർ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ പുട്ടിറക്കാൻ നേരത്ത് നമ്മുടെ കൈ പൊള്ളുമെന്നുള്ള പേടി വേണ്ട. പിന്നെ ഇതിറക്കാനായിട്ടുള്ള ഒരു തുണി അന്വേഷിച്ച് നടക്കുകയും വേണ്ട. ജീൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൂട് പെട്ടെന്ന് ഇതിലോട്ട് കയറുകയില്ല. മാത്രമല്ല നമ്മൾ ഇതിൽ യൂസ് ചെയ്തത് സ്റ്റിക്കർ ടേപ്പ് ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഊരിയെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതുപോലുള്ള പഴയ ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാതെ അല്ലെങ്കിൽ കത്തിച്ച് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ടിപ്പ് കൂടിയാണ്. നമ്മൾ ഓരോ ടിപ്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പേഴ്സണലി ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതായത് പേഴ്സണലി നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയ ഒരു ടിപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടിപ്സുകളിൽ ഒന്നാണിത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചാലേ അറിയുള്ളൂ, നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ പുട്ടുകുറ്റിക്ക് ഹാൻഡിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇത് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന ടൈമിൽ ബ്രഷൊക്കെ കൊണ്ടുപോകാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഗ്ലൗസ് ആണ്. ഈ ഒരു ഗ്ലൗസിന്റെ വിരൽ വരുന്ന ഭാഗങ്ങളിലെ 5 ഭാഗം, ആ ഒരു 5 ഭാഗത്തേക്ക് ഓരോ ബ്രഷായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഓരോ ബ്രഷും ഓരോ വിരലിന്റെ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഓരോ ബ്രഷും നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാം. അതിനുശേഷം ബാക്കി വന്ന ഗ്ലൗസിന്റെ 2 വിരലിന്റെ ഭാഗങ്ങൾ ഉണ്ടല്ലോ, ആ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രഷ് താഴെയൊന്നും പോകാതെ കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇനിയിപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ 4-5 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷുകളൊന്നും ഒന്നിനോടൊന്നും ടച്ച് ചെയ്യില്ല, കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുകയും വേണം. കൂടാതെ ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു ചാനലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.